മാർച്ച് 3 തിങ്കളാഴ്ച. മാർക്കോസ് 10:17 മുതൽ 27 വരെ വാക്യങ്ങൾ. ഒരു ദിവസം ഒരു ഇന്ത്യൻ ബാലൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തി. തൻ്റെ ആശങ്കകൾ അവസാനിച്ചുവെന്ന് അവൻ കരുതി. ജീവിതത്തിൽ ഇനി ഒരിക്കലും തനിക്ക് ജോലി ചെയ്യേണ്ടി വരില്ല. എന്നാൽ ആ യുവാവ് ആ മുത്ത് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ വാങ്ങുന്നവർ അവനെ അവഗണിച്ചു. പലപ്പോഴും ഈ കാരണത്താൽ അവൻ ആക്രമിക്കപ്പെട്ടു. ഒരുപക്ഷെ ഈ മുത്ത് വാങ്ങുന്നവർ തന്നെ കൊള്ളയടിക്കാനും തന്നെ കൊല്ലാനും മടിക്കില്ല എന്ന് അവന് മനസ്സിലായി. മുത്തും തൻ്റെ ജീവനും ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒരു ഘട്ടം വന്നു. ഒരു ദിവസം മുത്ത് വാങ്ങാൻ നോക്കി നിൽക്കുന്നവർ കാണുകെ ആ യുവാവ് കടൽ തീരത്ത് ചെന്ന് തൻ്റെ പോക്കറ്റിൽ നിന്നും മുത്തെടുത്ത് കഴിയാവുന്നത്ര ദൂരം കടലിലേക്ക് എറിഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്ന വ്യക്തി, അയാൾ സമ്പന്നനാണ്. കാരണം അവന് ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അരക്ഷിതനാണ്, അതിനാൽ അസന്തുഷ്ടനാണ്. എല്ലാ കൽപ്പനകളും പാലിക്കുന്നുവെന്ന് അവൻ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും തൻ്റെ ഹൃദയത്തിൽ താൻ രക്ഷിക്കപ്പെടുമോ എന്ന ഒരു ആശങ്കയുണ്ട്. എന്തോ കുറവ് തനിക്കുണ്ടെന്ന് അവന് തോന്നിയിരിക്കണം. അതിനാൽ യേശു അതിലെ കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ അവൻ ഓടി അവൻ്റെ അടുത്തേക്ക് പോയി. നിത്യജീവൻ നേടാൻ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ വളരെ വിനയത്തോടെ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞത് എല്ലാ കൽപ്പനകളും മാത്രം പാലിച്ചാൽ പോരാ എന്നാണ്. നീ സ്വയം എളിമപ്പെട്ട് ദരിദ്രരെ സേവിക്കേണ്ടത് ആവശ്യമാണ്. ധനികന് ഇത് ചെയ്യാൻ സാധിച്ചില്ല. അതിനാൽ അവൻ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി. നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല എന്ന് യേശുനാഥൻ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ധനികൻ തനിക്ക് നിത്യജീവൻ വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ തൻ്റെ സ്വത്തുക്കൾ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറല്ല. നിത്യജീവനും ലൗകിക സ്വത്തുക്കളുമിടയിൽ അവൻ തിരഞ്ഞെടുത്തത് രണ്ടാമത്തേതാണ്. വ്യക്തമായും യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നതിൽ നിന്നും നിത്യജീവൻ നേടുന്നതിൽ നിന്നും അവനെ തടഞ്ഞത് ഈ സമ്പത്തിനോടുള്ള അവൻ്റെ ആസക്തിയാണ്. നമ്മളെല്ലാവരും തന്നോടൊപ്പം നിത്യജീവൻ നേടണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. എല്ലാവരും സംതൃപ്തരും സന്തുഷ്ടരുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ കാരണം നമ്മൾ അസന്തുഷ്ടരും അരക്ഷിതരും ആയിത്തീർന്നിരിക്കുന്നു. സന്തോഷത്തിൻ്റെ യഥാർത്ഥ ഉറവിടമായ ദൈവത്തേക്കാൾ നമ്മളിൽ പലരും ലൗകിക സ്വത്തുക്കളെയാണ് തിരഞ്ഞെടുക്കുന്നത്. എല്ലാം നേടുന്നതിന് എല്ലാം ഉപേക്ഷിക്കാൻ പഠിക്കണം. സന്തോഷകരമായ ജീവിതത്തിലെ ഒരു വിരോധാഭാസമായിട്ട് ഇത് തോന്നാം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അനുഗമിക്കാൻ നമുക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ നാം തയ്യാറാണോ? യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള വില വളരെ വലുതാണ്. നമ്മൾ പടുത്തുയർത്തിയ സുരക്ഷിതമെന്ന് കരുതിയ പലതും ഉപേക്ഷിക്കേണ്ടി വരും. അവ ഉപേക്ഷിക്കാനും യേശു നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്
അതിനേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കാനും നാം തയ്യാറാണോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.